കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ അമറിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടന്നത്. പുലർച്ചെയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അമറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുൾപ്പെടെയുള്ളവർ അമറിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുള്ളരിങ്ങാട് പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അമറിന്റെ നമ്മളെല്ലാവരും വിഷമത്തിലും വേദനയിലും എങ്കിലും അത്തരം സമ്മർദ്ദങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ 4 ലക്ഷം രൂപ SDRF നൽകി. CMDRFിൽ നിന്ന് 6 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും വേദന പങ്കിട്ടപ്പോൾ അതുതന്നെയാണ് ആളുകൾ ആവശ്യം എന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതാണ്. അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 1.5 വർഷത്തോളമായി മുള്ളരിങ്ങാട് പ്രദേശത്ത് കാട്ടാനശല്യം ഉണ്ടാകാറുള്ളതായും ജനവാസത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ മാത്രം ലഭിച്ച ഉറപ്പിന്റെ പേരിലല്ല. അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർത്ത് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ റിപ്പോർട്ട്. അതല്ലാതെ ഒരു പുതിയ സ്ഥലത്തു നിന്നും അങ്ങനെ ഇപ്പോൾ ഇവിടെ മുള്ളരിങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായി 10-18 വരുന്ന ആനകൾ സ്ഥിരമായി ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ജനവാസത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 ആനകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. 3 ആനകൾ അവശേഷിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യജീവനിവിടെ പോകുന്നത്. ഞാൻ ഇക്കാര്യത്തിൽ ഇനിയിപ്പം എന്തുകൊണ്ട് ഞാൻ ഇന്നലെ വകുപ്പ് മന്ത്രിയെ പോലും ഞാൻ ഫോൺ വിളിച്ചില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മടുത്തിട്ടാണ്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടല്ല ഭരണാധികാരികൾ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ പോകണം. തീർച്ചയായും മുൻനിര യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ ഇത്തരം മേഖലകൾ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ പ്രശ്നങ്ങളുള്ളത് അവിടെ കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വണ്ണപ്പടം പഞ്ചായത്തിൽ LDF, UDF, NDM മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഞായറാഴ്ച വൈകിട്ട് 3ഓടെയാണ് വീടിന് സമീപത്തെ തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയ അമറിനെ കാട്ടാന ആക്രമിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മൻസൂർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അമർ ഇലാഹിയെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ.